നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയില് ദേവിയുടെ വയറ്റി വളരുന്ന തന്റെ കുഞ്ഞാണല്ലോ. അപ്പൊ ആ കുഞ്ഞിന് നല്ല ബുദ്ധിവികാസം കാര്യങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ താൻ കഥകളും അതുപോലെ പാട്ടൊക്കെ പാടിക്കൊടുക്കണം എന്നൊക്കെ ആനന്ദിന്റെ ഒരു ചിന്ത ഉണ്ടാവുകയാണ്. അപ്പൊ ഗോമതി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് കരുതി ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാത്തോണ്ട് തന്റെ കുഞ്ഞിന് ബുദ്ധി വളർച്ചയ്ക്കൊന്നും ഒരു തകരാറ് സംഭവിക്കില്ല, അവൻ നല്ല മിടുക്കനായിട്ട് വരണം എന്നൊക്കെ കരുതി പാട്ടൊക്കെ പാടുവാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് തോന്നിയത് കീ കൊടുത്തു വിട്ട പാവയെ പോലെ ആനന്ദേട്ടൻ ഓരോന്നൊക്കെ ചെയ്യുന്നതായിട്ടാ. പിന്നീട് ആനന്ദിന് തന്നെ കൺഫ്യൂഷനായി. വയറ്റി വളരുന്ന ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയത്തില്ല. അപ്പൊ ഏത് ടൈപ്പ് പാട്ട് പാടണം? ആൺകുഞ്ഞാണെങ്കിൽ ആ രീതിയിലുള്ള പാട്ട് വേണ്ടേ പാടാനെന്നൊക്കെ. ഒടുവിൽ ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നീട് ശ്രീദേവി പറഞ്ഞു, അതെ, അമ്മയുടെ മനസ്സിന്റെ കാര്യങ്ങളൊക്കെ അത് കുഞ്ഞിനെ ബാധിക്കുന്നതാണ്. അമ്മയുടെ മനസ്സിന്റെ സന്തോഷം ഇപ്പൊ കുഞ്ഞു ആഗ്രഹിക്കുന്നേ, കുഞ്ഞിനെ അത് ബാധിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ആനന്ദ് ഒരു നിമിഷം ആലോചിച്ചു, ഒരു പക്ഷേങ്കില് തന്റെ കുഞ്ഞിന് സന്തോഷമാണെങ്കിൽ ശ്രീദേവി സന്തോഷമായിട്ടിരിക്കണം. ദേവി സന്തോഷമായിരുന്നാൽ മാത്രമായിരിക്കും ചിലപ്പോ കുഞ്ഞിനും സന്തോഷമാവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അവളോട് വഴക്കടിച്ചിട്ടൊന്നും കാര്യമില്ലോ എന്ന് മനസ്സിലായി. ചതിയായ ശ്രീദേവി ചെയ്തേ അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ആനന്ദിന് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ കുഞ്ഞവളുടെ വയറ്റിലുണ്ടല്ലോ, അവൻ നല്ല മിടുക്കനായിട്ട് പുറത്തു വരണം, ഒന്നും സംഭവിച്ചുകൂടാ. അമ്മ പറഞ്ഞ പോലെ എങ്കിൽ മാത്രമേ തനിക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആനന്ദ് പിന്നീട് പ്രയത്നം തുടങ്ങി. ഓരോ പാട്ടുകളൊക്കെ പാടി നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീദേവി ഇങ്ങനെ അത്ഭുതത്തോടെ കൂടി ആനന്ദിനെ നോക്കുകയാണ്. എന്തോ ആനന്ദന്റെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. രാവിലെ വരെ ഭയങ്കര ദേഷ്യത്തോടെ പോയ ആളാ, പെട്ടെന്ന് വൈകുന്നേരം വന്നപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. ശ്രീദേവിക്ക് എന്തോ മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി. ഒരു പക്ഷെ ഒരു കുഞ്ഞുണ്ടാകുന്നതോടുകൂടി ആനന്ദേട്ടന്റെ മനസ്സിലുള്ള ദേഷ്യങ്ങളൊക്കെ പോവായിരിക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് ആകാശ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആകാശ് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ബാലിനോട് പിണങ്ങി ഇറങ്ങി പോന്നിരിക്കുക. കാരണം ബാലിന് ഇഷ്ടപ്പെട്ടില്ല. തോന്നുന്ന സമയത്ത് ചെല്ലും, തോന്നുന്ന സമയത്ത് പോരുന്നു. ആകാശിന്റെ ടെൻഷൻ അതായിരുന്നില്ല. ആകാശിന് കട തുടങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ദേഷ്യമായിരുന്നു. ആകാശ് നന്നായിട്ട് പോയി മദ്യപിച്ച് ലെക്ക് കേട്ടിട്ടാണ് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്നത്. ചെന്ന് കഥവ് തുറക്കുന്ന ആള് ഗോമതിയായിരുന്നു. ഗോമതി കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ആടി ആടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഗോമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പതിവില്ലാത്ത കാര്യമാണ്. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഗോമതിച്ചു, എന്താടാ ആനന്ദേ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് സുകന്യ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ വരുന്നത്. കഷ്ടകാല സമയത്ത് സുകന്യ അത് കാണുകയും ചെയ്തു. സുകന്യ പെട്ടെന്ന് അവിടെ മാറി നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ ഇതാണ് കാര്യം. ആകാശം നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആകാശം ആടിയാടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഗോമതിച്ചു, എന്താടാ നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എന്റെ അമ്മ അങ്ങോട്ട് മാറമ്മേന്നൊക്കെ പറഞ്ഞു. ഗോമതിച്ചു, എന്താടാ നീ മദ്യപിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ആ, ഞാൻ മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു ഒഴുക്കം മട്ടി പറയാ. എന്താടാ ആകാശേ നിനക്കിത് എന്ത് പറ്റി? എന്റെ ദൈവമേ, ഇവനിത് എന്ത് പറ്റിയാവോ? അമ്മേ അമ്മ അങ്ങോട്ട് മാറി നിൽക്കാനൊക്കെ പറഞ്ഞ് ആടി ആടി മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ഈ സമയം ഗോമതിക്കാണെ വല്ലാത്തൊരു ടെൻഷൻ. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതെങ്ങാനും ബാലേട്ടൻ അറിഞ്ഞാൽ തീർന്നു. ആകാശിനെ മിക്കവാറും വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിടും. ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളല്ലേ. ഈ സമയം സുകന്യക്ക് സന്തോഷമായി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ആഹാ, ഇത് കൈയോടുകൂടി എന്താണെങ്കിലും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണം. ഇങ്ങനെ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ടോ? തേമംഗലം ഭയങ്കര നല്ലതാണ്, ഇവിടുത്തെ ആൺകുട്ടികളെയൊക്കെ കണ്ടു പഠിക്കണം എന്നൊക്കെയാ പറയുന്നത്. കള്ളുകൂടിയന്മാരാ ഇവിടെ മൊത്തം എന്നൊക്കെ സുകന്യ മനസ്സിൽ വിചാരിച്ചു. ഈ സമയത്ത് ആകാശം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഇങ്ങനെ നോക്കി. ആകാശം നിന്ന് ആടുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ചെറിയ സംശയം തോന്നി. മീനാക്ഷി ചോദിച്ചു, ആകാശം മദ്യപിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. നീ ഒറ്റയെടുത്തിയ കാരണക്കാരി, നീ കാരണമാണ് ഞാൻ മദ്യപിച്ചിരിക്കുന്നേ. കാരണം ആകാശിന് കട കിട്ടാത്തതിന്റെ പ്രശ്നമായിരുന്നു. കാരണം റെന്റിന്റെ കട എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പൈസയും കാര്യങ്ങളൊക്കെ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന 3 മാസത്തിലോട് തുടങ്ങാന്നും പറഞ്ഞുകൊണ്ടാ കൊടുത്തിരുന്നേ. പക്ഷെ 3 മാസം കഴിഞ്ഞു. അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് പോലും തിരികെ കിട്ടത്തില്ല. അപ്പൊ ഇനി 1 മാസം കൂടെ കയ്യെ കാലെ വീണ് വാങ്ങിച്ചിരിക്കുക. ആ സമയത്താണ് ബാലന്റെ ദേഷ്യപ്പെടലും കൂടെ. ബാലൻ വെല്ലുവിളിച്ചിരിക്കുന്നത്, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ലടാ. സ്വന്തം കട പോലും നോക്കാൻ പറ്റാത്ത നീയൊക്കെ എങ്ങനെയാടാ സ്വന്തമായിട്ടൊരു കടയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നെന്നൊക്കെ. അപ്പൊ അതൊക്കെ ആകാശിന്റെ മനസ്സിലുണ്ട്. എല്ലാ ദേഷ്യവും കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആകാശ് പോയി മദ്യപിച്ചിട്ട് വരുന്നത്. ആകാശിന്റെ ഈ കോലോ മട്ടും ഭാവവും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി നോക്കി. അപ്പൊ മീനാക്ഷിക്ക് കുറെ ജോലി ഉണ്ടായിരുന്നു. ഫയൽസ് കാര്യങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു. കുറെ വീട്ടിൽ വന്നിട്ട് നോക്കും. അപ്പൊ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശ് വരുന്നത്. പിന്നീട് ആകാശ് പറഞ്ഞു, നീ അടി ഞാൻ കുടിക്കാൻ കാരണം, നീ ഒറ്റയെടുത്തിയ കാരണം. നീ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു പറഞ്ഞു.
മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. എന്താണ് നീ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? മീനാക്ഷിക്ക് മനസ്സിലായി മദ്യപിച്ച് ലക്കിട്ട് വന്നിരിക്കുന്ന ആകാശിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? തലയിലേക്കൊന്നും കയറാനും പോകുന്നില്ല. അല്ലെങ്കിലും പലവട്ടം പറഞ്ഞു കൊടുത്ത ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. കാര്യം പറഞ്ഞ തന്റെ അച്ഛനാണ് പണം കൊടുക്കുന്നത് പുതിയ കട തുടങ്ങാനായിട്ട്. പക്ഷെ അതൊന്നും ശരിയല്ലെന്ന് മീനാക്ഷിക്ക് അറിയാം. കോമഡി സ്റ്റോഴ്സിൽ മര്യാദയ്ക്ക് നിന്നാ മതി. പക്ഷെ ആകാശിന് അതൊന്നും പറ്റില്ല. ആകാശിന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ മീനാക്ഷി അതൊട്ടും സാധിക്കുന്ന കാര്യമായിരുന്നില്ല. പറയേണ്ട പോലെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആകാശം ഒന്നും കേട്ടില്ലോ. ഒടുവിൽ ആകാശം പറഞ്ഞു, നീ ആ പേപ്പർ ശരിയാക്കി തരുമായിരുന്നെങ്കിൽ എനിക്കിന്ന് നാണം കണ്ട വരില്ലായിരുന്നു. എനിക്കിങ്ങനെ മദ്യവെച്ച് ലക്കിട്ട് വരണ്ട വരില്ലായിരുന്നു. എടി, ഞാൻ എനിക്ക് നിന്റെ കരള് ഭാഗത്ത് തന്നു. പക്ഷെ നീ അങ്ങനെ ചെയ്തില്ലടി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്ര സമയം ഇവിടെ വന്നിട്ട് നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞോടി? നിന്റെ കണ്ണീന്ന് ഒരിറ്റ് കണ്ണീരെങ്കിലും വന്നോ? ഭർത്താവ് മദ്യപിച്ചിട്ട് ലക്കിട്ട് വന്ന് നിൽക്കുമ്പോ സമയത്ത് ഭാര്യയ്ക്ക് ഒരു വികാരം തോന്നില്ല. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ അവള്? അപ്പോഴേക്കും മീനാക്ഷിയോട്, ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ഓ പിന്നെ നീ എന്ത് ചെയ്യാനാ പോലും? അല്ലേലും നീ അങ്ങ് കൊട്ടപ്പടി അങ്ങ് ചെയ്യൂലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് വീടുവാണ്. അപ്പോഴേക്കും ആകാശം ലക്ക് കിട്ടും. ഇതെല്ലാം സുകന്യ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോക്ക്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ളവർ തമ്മിൽ എങ്ങനെ തെറ്റിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അപ്പൊ ആകാശിന് ഒരു കരിവാക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അന്ന് രാത്രിയില് ബാലന് ഇച്ചിരി താമസിച്ചാണ് വരുന്നത്. ബാലൻ വന്നിപ്പോ ഗോമതിക്ക് ടെൻഷനായി. ദൈവമേ, ബാലേട്ടൻ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ബാലൻ വന്നു കഴിഞ്ഞപ്പത്തിന് ഗോമതി പറഞ്ഞ്, ആഹാരം എടുത്ത് വെക്കട്ടെ എന്ന് ചോദിക്കണം. അതെ, ഞാനിന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അങ്ങോട്ട് പോയി. ഈ സമയം ഗോമതി ഓർത്തു, ആകാശം മദ്യപിച്ച കാര്യം പറയണോ? തൽക്കാലത്തേക്ക് പറയണ്ട. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. ഇനിയിപ്പം താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ഗോമതി വിചാരിച്ചു. ഒരുപക്ഷെ നാളെ ആകാശിന്റെ ലക്കൊന്ന് കെട്ട് കഴിയുമ്പോഴത്തേനും ആകാശിനോട് പറഞ്ഞ് തിരുത്താൻ നോക്കാം എന്നൊക്കെ ഗോമതി ചിന്തിക്കുവാണ്. ഇതേ സമയത്ത് ബാലിനെയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഗോമതി അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴേക്കും സുകന്യ അങ്ങോട്ടേക്ക് വന്നു. സുകന്യ വന്ന് ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യമുണ്ട് ബാലേട്ടാന്ന് പറയാം. എന്ത്? അല്ല, ഞാനേ 2 ദിവസം മുമ്പൊക്കെ കാണിച്ചൊക്കെ വളരെ മോശമായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കുടുംബത്തിലുള്ളവരെ സ്വന്തം കുടുംബത്തിലുള്ളവരായിട്ട് കണ്ടുവേണം കരുതി വേണം നിൽക്കാനെന്നൊക്കെയല്ലേ ബാലേട്ടൻ പറഞ്ഞിരിക്കുന്നേ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം തുറന്ന് സംസാരിക്കണം. ഒരു ഒളിയും മറയും പാടില്ല. ഇതൊരു കൂട്ടുകുടുംബമൊക്കെയാന്ന് ബാലേട്ടൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ എന്താ സുകന്യേ? അതെ, ഇവിടെ എന്ത് സംഭവം ഉണ്ടായെങ്കിലും അത് പരസ്പരം പറയണ്ടേന്ന് ചോദിച്ചു. ബാലൻ പറഞ്ഞു, സുകന്യക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടേ പറഞ്ഞോ. ബാലിന് സുകന്യ അത്ര പിടുത്തമില്ല. കാരണം ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് വന്ന വിഷസർപ്പം എന്നാ ബാലിന് അവളെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, അല്ല, ബാലേട്ടൻ വളർത്തുന്ന കുട്ടികളൊക്കെ നല്ല മിടുക്കന്മാരാണ്, അവരെ കണ്ടു പഠിക്കണം എന്നൊക്കെ എപ്പോഴും അവിടെ രാജശ്രീയൊക്കെ എല്ലാരും പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നത്. ഓഹോ, ഇവൾ എന്തിനുള്ള പുറപ്പാടാന്ന് ബാലിന് ഓർത്തു. അല്ല, ഇപ്പൊ അതിന് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോ സുകന്യ പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല ബാലേട്ട. എന്ത് പ്രതീക്ഷയില്ലാന്ന്? അത് ആകാശൊക്കെയാണ് മൂക്കുമുട്ട മദ്യപിച്ചിട്ടാണല്ലോ വന്നിരിക്കണെന്ന് പറയണേ. മദ്യപിച്ചിട്ടോ? പിന്നല്ലേ, ബാലേട്ടൻ അറിഞ്ഞില്ലേ? ഗോമതി ചേച്ചി പറഞ്ഞില്ലേന്ന് ചോദിക്കുവാണ്. ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി. ആകാശം മദ്യപിച്ചെന്നോ? സുകന്യക്ക് ഇത് എന്ത് പറ്റി? എന്റെ മക്കളാരും മദ്യപിച്ചിട്ട് വരുത്തൊന്നുമില്ല. സുകന്യ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ടെന്ന് പറയണം. അതെ, ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, ബാലേട്ടന് സ്വന്തം മോനെ ഒന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ മോന്റെ ഭാര്യയെ വിളിച്ചു ചോദിച്ചു നോക്ക്. അപ്പോഴറിയാലോ കാര്യങ്ങൾ എന്നൊക്കെ പറയണം. ബാലനത് ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബാലന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആകാശ് കുടിച്ചിട്ട് വരിക, ആകാശിനെ ഇന്ന് കടയിൽ നിന്ന് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ ആകാശ് സ്വയം ഇറങ്ങി പോയതാണ്. പക്ഷെ അതിന് അവൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ? എന്നിട്ട് ഗോമതി തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്നൊക്കെ ഒരു ചിന്ത ബാലന്റെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. ഈ സമയത്ത് പടക്കത്തിന് തിരി കൊളുത്തിന്ന് പറഞ്ഞോണക്ക് സുകന്യ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ തിരികെ പോയി. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ ബാലേട്ടൻ നോക്കിയോളൂ എന്നൊരു ചിന്തയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും. ബാലൻ കാര്യങ്ങളൊക്കെ ആകാശിനോട് ചോദിക്കുവോ? ഇനിയിപ്പോ ആകാശ് എന്തായിരിക്കും പറയണെന്നൊക്കെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.